ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 ഹിസ്റ്ററിയുടെ ഇനി വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ട ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാപ്പ് ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, അതായത് നമ്മൾ മലയാളം മീഡിയത്തിൽ എന്താ കാലഗണന ക്രമമെന്ന് പറയും അല്ലേ, പിന്നെ മാപ്പ് ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളം മീഡിയത്തിലെ ചോദ്യങ്ങളൂടെ ഉൾപ്പെടുത്തിയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ആ വർഷങ്ങളുമാണ് പറയുന്നത്. വർഷങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 4 മാർക്കാണ്, മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യമേ തന്നെ സാന്താൾ റിവോൾട്ട് അഥവാ സാന്താൾ കലാപം നടന്ന വർഷം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ചോദിച്ചിട്ടുണ്ട്. സാന്താൾ റിവോൾട്ട് എന്താണ് 1855 കേട്ടോ. 1855 സാന്താൾ റിവോൾട്ട് നടന്നത്. ഇനി ദണ്ഡി മാർച്ച് 1930 ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി 5th റിപ്പോർട്ട്, 5ാമത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 1813 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മുടെ ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 റൗലത്ത് നിയമം പാസ്സാക്കിയത് 1919 പിന്നെ ചൗരി ചൗര സംഭവം അത് 1922 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരുന്നത് 1942 പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളായ ചമ്പാരൻ സത്യാഗ്രഹം 1917 അഹമ്മദാബാദും ഖേദയൊക്കെ 1918 പിന്നെ എന്താ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നത് 1921 ഗാന്ധി ഇർവിൻ പാക്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി വരുന്നത് 1931 ഇതൊക്കെ ഗാന്ധിജിയുടെ ചാപ്റ്റേഴ്സിൽ നിന്നുള്ളതാണ്. പിന്നെന്താ, ഇത് ഇത്ര നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുൻകാലങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. ദാറ്റ് ഈസ് സാന്താൾ കലാപം വേറെ ചാപ്റ്ററാണ്. അല്ലാണ്ട് ദണ്ഡി മാർച്ച് ഉണ്ട്, ജാലിയൻ വാലാബാഗ് ഉണ്ട്, എന്താ റൗലത്ത് നിയമമുണ്ട്, ചൗരി ചൗര, ക്വിറ്റ് ഇന്ത്യ, ചമ്പാരൻ, പിന്നെ അഹമ്മദാബാദ് ഖേദയിലുള്ള സത്യാഗ്രഹങ്ങൾ, പിന്നെ നോൺ കോപ്പറേഷൻ അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം, ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇതങ്ങനെ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വലിയ പ്രയാസമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ് ഡെക്കാൻ റയട്ട് അഥവാ ഡെക്കാൻ കലാപം എന്ന് നമ്മൾ പറയും. ഇത് നടക്കുന്നത് 1875 ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എങ്ങാനോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെക്കാൻ കലാപം 1875 നടന്നത്. ഇനി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കാം, വിജയനഗര സാമ്രാജ്യം എന്ന് പറഞ്ഞ് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഡൈനാസ്റ്റീസിൻ്റെ പേര് വെച്ചിട്ട് 4 മാർക്കിന് ക്രോണോളജി ചോദിക്കാറുണ്ട്. ചില വർഷങ്ങളിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വരും. കാരണം ഇത് എളുപ്പമാണ്, വർഷങ്ങളൊന്നും പഠിക്കണ്ടല്ലോ. ഈ ഒരു ഓർഡർ പഠിച്ചാൽ മതി. സംഗമ, സലുവ, തുളുവ, അരവിടു. ഇതൊരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു വെക്കുക. സംഗമ, സലുവ, തുളുവ, അരവിടു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പാടുന്നൊന്നുമില്ല കേട്ടോ. സംഗമ, സലുവ, തുളുവ, അരവിടു. ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ എഴുതിയിരിക്കുന്ന പോലെ ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. സംഗമ, സലുവ, തുളുവ, അരവിടു. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ക്രൊണോളജിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്മസ് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. മാപ്പിന് നിങ്ങൾ 11ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് 1857 വിപ്ലവത്തെ പറ്റി പഠിക്കുന്ന ഒരു പാഠം. ആ ഒരു പാഠത്തിൽ നിന്നാണ് നമുക്ക് വളരെ ചാൻസ് ഉള്ളത്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി നമുക്ക് മീൻസ് മാർക്ക് ചെയ്യാൻ ചോദിക്കാം. ഡൽഹി, ലക്നൗ, കാൺപൂർ, അര, പിന്നെന്താ ഛോട്ടാ നാഗ്പൂർ, ബറൗട്ട്, ഝാൻസി, മീററ്റ്. ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് പോവുക. എന്താണ് ഡൽഹി, ലക്നൗ, കാൺപൂർ, അര, ഛോട്ടാ നാഗ്പൂർ, ബറൗട്ട്, ഝാൻസി, മീററ്റ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഓണം എക്സാമിന് റിവിഷനായിട്ടും ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മറ്റേ ബുദ്ധിസത്തിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ഈ ലുംബിനി, ബോധ്ഗയ, സാരനാഥ്, കുസിനഗർ, ഓക്കെ, ഇതുകൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. കാരണം റിവിഷനായിട്ട് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ വെയിറ്റേജ് വരുന്നത് നമ്മുടെ ഇപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതാണ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടത്. ഡൽഹി, ലക്നൗ, കാൺപൂർ, അറ, ഛോട്ടാ നാഗ്പൂർ, ബറൗട്ട്, ഝാൻസി, മീററ്റ്. ഈ സ്ഥലങ്ങളെല്ലാം 1857 വിപ്ലവം നടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെയാണ് കൂടുതലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഈ ക്രൊണോളജി മാപ്പ് നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ 4-4 എന്താ പറയുക, 4-4 8 മാർക്കിന് നമുക്ക് ടോട്ടലി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുകയും ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു കാര്യം കൂടി ലാസ്റ്റ് പറയട്ടെ. നമ്മൾക്ക് ഇനി നിങ്ങൾക്ക് വരുന്ന എന്താ പറയുക, ബാക്കി എക്സാമുകളുണ്ടല്ലോ, എക്സാംസിൻ്റെ എല്ലാം ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എക്സാം ടൈമിനോട് അനുബന്ധിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റിലൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളൂ. താങ്ക് യു.